ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിസ്റ്റിക് മന്ത്ര. ഇന്നൊരു സ്പെഷ്യൽ ഫേസ് പാക്കാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ ഫേസിലുള്ള പിഗ്മെൻറ്റേഷൻസും അതുപോലെ തന്നെ റിങ്കിൾസ്, അതായത് ചുളിവുകളൊക്കെ കുറയ്ക്കാനുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മതി. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഈ ചാനൽ മിസ്റ്റിക് മന്ത്ര, ഇതിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നാച്ചുറലായിട്ട് ഹോം റെമഡീസ് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോസാണ് ഷെയർ ചെയ്യാറ്. അപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ മോയ്സ്ചറൈസർ ഉണ്ടാക്കാം, എങ്ങനെ ഡേ ക്രീം ഉണ്ടാക്കാം, നൈറ്റ് ക്രീം ഉണ്ടാക്കാം, ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് റിസൾട്ടൊക്കെ ഓക്കെ ആയി ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഈ ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചിയാ സീഡ് എടുക്കുക. ആ ചിയാ സീഡ് നെകയ്ക്ക അളവിൽ നമ്മൾ റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇത് മാറ്റി വയ്ക്കുക. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ആപ്പിൾ എടുക്കാം. അപ്പോൾ ഈ ഒരു ആപ്പിളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 1/4 കഷ്ണം ആപ്പിൾ മാത്രം മതി. ഇനി നമുക്ക് ഈ 10 മിനിറ്റോളം കുതിരാൻ വെച്ച ചിയാ സീഡും റോസ് വാട്ടറും മിക്സ്ചറിലേക്ക് നമ്മൾ ഈ ഒരു 1/4 കഷ്ണം ആപ്പിൾ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഈ അരച്ചെടുത്ത മിക്സ്ചറിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ തേനും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഈ 4 ഇൻഗ്രീഡിയൻസ്, അതായത് റോസ് വാട്ടർ, ചിയാ സീഡ്, ആപ്പിൾ, തേൻ, ഇതിനെല്ലാം ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഒരു ഹെൽത്തി ഏജിങ് ആണ് ആപ്പിൾ നമുക്ക് തരുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന റോസ് വാട്ടർ ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് ചിയാ സീഡ്, ആപ്പിൾ, തേൻ, ഇതെല്ലാം നമ്മൾ കഴിക്കുകയോടെ ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് ആ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക. കൈ ഉപയോഗിച്ച് ഇതുപോലെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫേസിൽ മൊത്തത്തിൽ ഇത് അപ്ലൈ ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയൊക്കെ വെയിറ്റ് ചെയ്യുക. അത് കഴിയുമ്പോഴേക്കും നമുക്കിത് കഴുകിക്കളയാം. അപ്പോൾ കഴുകിക്കളയുന്ന സമയത്ത് നമ്മളെപ്പോഴും സ്മൂത്തായിട്ടുള്ള ഫേസ് പാക്കൊക്കെ ആണെങ്കിൽ ഫേസിലൊന്ന് മസാജ് ചെയ്ത ശേഷം കഴുകിക്കളയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് വളരെ സ്മൂത്താണ്. നമ്മുടെ ഫേസിൽ പാടുകളൊന്നും വരുത്തുന്ന, അപ്പം അരിപ്പൊടിയൊക്കെ പോലെ റഫായിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നുമില്ല. അപ്പോൾ നമുക്കിതൊരു 5 മിനിറ്റൊക്കെ നമ്മുടെ ഫേസിൽ പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കഴുകിക്കളയാം. കഴുകിക്കളഞ്ഞ ശേഷം നമ്മളെപ്പോഴും ഒരു ടോണർ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടോണറായിട്ട് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ റോസ് വാട്ടർ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ടോണറായിട്ട് യൂസ് ചെയ്യാം. ഞാൻ അതാണ് യൂസ് ചെയ്യാറ്. അതിനുശേഷം നമ്മളൊരു 5 മിനിറ്റ് വരെയൊക്കെ വെയിറ്റ് ചെയ്ത ശേഷം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത മോയ്സ്ചറൈസർ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 മോയ്സ്ചറൈസറിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാനത് ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഇനി നിങ്ങളുടെ കയ്യിലുള്ള മോയ്സ്ചറൈസർ ഏതാണെങ്കിലും അതും അപ്ലൈ ചെയ്താൽ മതിയാകും. അപ്പോൾ പുറത്തിറങ്ങുകയാണെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് ആഴ്ചയിൽ 3 തവണയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പിഗ്മെൻറ്റേഷൻസ് അല്ലെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ഫേസിൽ ഒത്തിരി ചുളിവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു 1 മന്ത് കണ്ടിന്യൂ ചെയ്യാം. അതായത് ആഴ്ചയിൽ 3 തവണ വെച്ച് 1 മാസത്തോളം ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് എനിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർക്കും ഒത്തിരി വാല്യുബിൾ ആണ്. അപ്പോൾ ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ മറന്നെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.